ഹലോ ഗേൾസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, എറണാകുളത്താണ്. അപ്പം ഞങ്ങളവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ കുഞ്ഞാറ്റ പറഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. അപ്പം കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ 9 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയി, എറണാകുളത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അമ്മയും ചേച്ചിയും പിന്നെ മാമൻ്റെ മോളും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഉച്ചയ്ക്ക് ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ടോവിനോയുടെ നടികർ മൂവി ബുക്ക് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആ സമയത്തിന് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് ഞങ്ങൾ ഓരോരുത്തർ ഒരുങ്ങി ഇറങ്ങുവാണ് കേട്ടോ. ചേച്ചിയും കൂട്ടുകാരിയും കൂടെ ആക്ടിവയ്ക്കകത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലുലുമാളിലെത്തി. അവർ ഞങ്ങളെക്കാട്ടിലും മുമ്പ് ഞങ്ങൾ ഊബർ വിളിച്ചാണ് കേട്ടോ വന്നത്. അവർ ഞങ്ങളെക്കാട്ടിലും മുമ്പിൽ ലുലുമാളിലെത്തിയായിരുന്നു. അപ്പോൾ അവർ PVR വന്നിപ്പോണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെതുക്കെ നടന്ന് പോവാണ് കേട്ടോ. മാമൻ്റെ മോടെ കയ്യിലാണ് കുഞ്ഞാറ്റ ഇരിക്കുന്നത് കേട്ടോ. കശുമ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മമ്മയുടെ എല്ലാം കൈ പിടിച്ച് നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം അവൾ ഫസ്റ്റ് ടൈമാണ് ലുലുമാളി വരുന്നത്. കാശിയും കുഞ്ഞിനെ വന്നിട്ടുണ്ട്, എന്നാലും ഒരു അറിവായ പ്രായത്തിൽ അവൻ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അങ്ങനെ അവനും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുന്നുണ്ട്. അപ്പം അവന് ഭയങ്കര സന്തോഷം കേട്ടോ. ഒത്തിരി ആളും പേരും കാണുന്നു. സിനിമ കാണാനാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വലിയ സന്തോഷത്തിലായിരുന്നു കാശിമോനും. എനിക്ക് 2 മക്കളാണ് കേട്ടോ. മൂത്ത മോനാണ് ഇവന്, ഇളയത് കുഞ്ഞാറ്റ. മൂത്ത മോന് 4 വയസ്സും കുഞ്ഞാറ്റയ്ക്ക് 9 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ PVR ലാസ്റ്റ് തപ്പിപ്പിടിച്ച് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരാണെങ്കിൽ പോപ്കോണും ജ്യൂസും ഒക്കെ മേടിച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഓഫറിന് ഇഷ്ടംപോലെ പോപ്കോൺ കിട്ടി കേട്ടോ. ഇഷ്ടംപോലെ ഓഫർ ഉണ്ടായിരുന്നു പോപ്കോണിനൊക്കെ. ഇഷ്ടംപോലെ പോപ്കോൺ കിട്ടി. ഞാനത് കാണിക്കാം കേട്ടോ, അവിടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്താൽ വരിക്കുകയാണ്. അപ്പോൾ 1:30 എങ്ങാണ്ടാണ് മൂവി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് അവിടെ എത്തി. തപ്പിപ്പിടിച്ചൊക്കെ ഞങ്ങൾ അവരുടെ അടുത്ത് എത്തി. അങ്ങനെ ഞങ്ങൾ കയറുവാണ് കേട്ടോ. 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു മൂവി തുടങ്ങാൻ വേണ്ടി. അവളും ചേച്ചിക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ശ്യാമാശ്രീയുടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അവളും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയ്യിലിരിക്കുന്ന പോപ്കോൺ കണ്ടില്ലേ, നിറച്ചും ഉണ്ടായിരുന്നു. ഒരു വലിയൊരു ബോക്സ് നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി പോവാണ് കേട്ടോ. സീറ്റ് നമ്പറൊക്കെ സീറ്റ് നമ്പറൊക്കെ പറഞ്ഞ് സീറ്റ് നമ്പർ കണ്ടുപിടിച്ച് കയറി ഇരുന്നു കേട്ടോ. ഓക്കെ, അവൾ ഞങ്ങളോട് പറഞ്ഞു തന്നു സീറ്റ് നമ്പർ. അങ്ങനെ പോയി ഇരുന്ന്. കുഞ്ഞാറ്റയ്ക്ക് നല്ല ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു. കാശിൻ്റെ പോപ്കോൺ കണ്ടപ്പോഴേ അവന് വായിലിടാനുള്ള രീതിയിലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പോപ്കോൺ. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ നല്ല മൂവിയായിരുന്നു. വലിയ അത്യാവശ്യം കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി. വലിയ ബോറടിയൊന്നുമില്ല. വലിയ അടിപൊളി സിനിമയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കൊള്ളാം. ജസ്റ്റ് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. ടോവിനോടെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചിക്കീസും പിന്നെന്തായിരുന്നു പൊട്ടാറ്റോയുടെ അതും ഒക്കെ അരിയണ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്തു തന്നു. അതിൻ്റെ കൂടെ കഴിക്കുന്ന ടൊമാറ്റോയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കാശിമൻ ചിക്കീസ് കഴിക്കാൻ വലിയ താല്പര്യമില്ല, കാരണം അവൻ്റെ പല്ലിൽ ഇച്ചിരി തോട് പോലെ ചെറുതായിട്ടുണ്ടാകും. അവൻ്റെ പേടി, ഇടയ്ക്ക് കയറുമോ എന്നൊരു പേടി കൊണ്ട് കുഞ്ഞ് കഴിച്ചു, എന്നാലും വലുതായിട്ടൊന്നും കഴിച്ചില്ല. മറ്റേ പൊട്ടോറ്റയാണ് എടുത്ത് കഴിച്ചത് കേട്ടോ. അരിയണൊക്കെ ഇഷ്ടപ്പെട്ട അരിയട്ട അറിഞ്ഞും പറഞ്ഞും തിന്നുമായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റിയത് എന്തുവാട്ടെ സംഭവം എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവർക്ക് ഇച്ചിരി പൊട്ടോറ്റയുടെ ഇച്ചിരി എടുത്ത് വായിലൊക്കെ വെച്ച് കൊടുത്തു. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഞങ്ങളിങ്ങനെ അവർ കഴിച്ച് തീരാൻ വേണ്ടി ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണം. 2 ദിവസം ഞങ്ങളവിടെ നിന്ന്. ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എൻ്റെ വീട്ടിൽ പോയത്.
അതിൻ്റെ പിറ്റേ ബുധനാഴ്ച ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലിങ്ങ് വന്നു കേട്ടോ. ഇതാണ് മണിക്കുട്ടിയുടെ കുഞ്ഞാറ്റിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് ഞങ്ങൾ തിരിച്ച് ഊബറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.